രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് തോട്ടും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഇറിറ്റേഷനും ഇല്ലാത്ത എനക്കേടൊന്നും ഇല്ലായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്കെന്തോ രാവിലെ എണീറ്റപ്പോൾ ആ മൂടങ്ങ് പോയി. ഫോട്ടോഷൂട്ട് എന്ന ആ ഒരു ആഗ്രഹം ഞങ്ങൾ അങ്ങ് ഫ്ലോപ്പാക്കി. പിന്നെ ഓർത്തു എന്നാൽ പിന്നെ ഒരു ഔട്ടിങ്ങിന് പോകാമെന്ന് ഓർത്ത് ഔട്ടിങ്ങിന് റെഡിയായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റായി ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നതാ ആ അതിഥി ഇങ്ങോട്ട് വന്നത്. എല്ലാ മാസത്തെ പോലെ തന്നെ ഈ മാസം കൃത്യമായിട്ട് നിർവഹിച്ചു കർത്തവ്യം. വേറെ ആരും അല്ലെന്നേ, എൻ്റെ പീരിയഡ്സ് തന്നെ. അവനൊരു വില്ലനായിട്ട് കടന്നു വന്നു. എന്നിട്ടെന്താവാനാ, ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഞാനപ്പോൾ ആ ഒരു മോട്ടിവേഷനിലൊക്കെ പോകാൻ തന്നെ തീരുമാനിച്ചു. കഷ്ടപ്പെട്ട് ഇത്രയും മേക്കപ്പ് ഇട്ട് ഇത്രയും ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേര് ഞാൻ പോകാനിരിക്കാനാ? നെവർ. ഞാൻ അതുകൊണ്ടങ്ങ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടെ ഞങ്ങൾ ഒരു ഫോറം മാളിലൊക്കെ പോയി. ഞങ്ങളുടെ അടുത്തുള്ളൊരു മോളാണ്. ആ ഫോറം മാളിലൊക്കെ പോയി ഞങ്ങൾ അങ്ങ് അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. ആകെ 4 അവരെ ഔട്ടിങ്ങുള്ളൂ. ആ ഔട്ടിങ് ഞങ്ങൾ അവിടെ അങ്ങ് ചിലവഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ മോളിൽ പോകുന്നതിൻ്റെ ആ ഒരു കാര്യങ്ങളാണ് ഇന്ന് ഈ വ്ലോഗിലൂടെ നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ എഡിറ്റ് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, കുറേ വീഡിയോസ് എടുക്കണം, റീൽസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് തന്നെയല്ലേ? അതെന്തേലും ആട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഇന്നത്തെ ഒരു ഡേ ഔട്ടാണ്. അങ്ങനെ ഞങ്ങൾ മോളിൻ്റെ അകത്ത് കയറി. അപ്പം മോളിൻ്റെ അകത്ത് കയറി ഞങ്ങളിങ്ങനെ ഓരോ കടവഴി നോക്കുക. നമുക്ക് പറ്റിയുള്ള സാധനം ഉണ്ടോ? കയറും, പ്രൈസ് ടാഗ് നോക്കും, കൊത്താൻ പറ്റുന്നതാണെങ്കിൽ കൊത്തിയെടുക്കും, ഇല്ലെങ്കിൽ അതുപോലെ ഇവിടെ മടക്കി വെച്ചിട്ട് ഇങ്ങിറങ്ങിപ്പോരും. പണ്ട് എനിക്ക് ഈ സാധനത്തെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു, ഈ എസ്കലേറ്ററെ. പിന്നെ ഇപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. അങ്ങനെ ഞങ്ങൾ ഓരോരോ കടവഴി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കും. പിന്നെ ഞങ്ങൾ അവിടെ ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് മിറർ സെൽഫീസ് ആൻഡ് ഫോട്ടോസ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ശരിക്കും പറഞ്ഞൊരു കോമഡി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് സ്കിൻ കെയർ. അവിടെ ഒരു ചേച്ചിയുണ്ട്. ഈ പുള്ളിക്കാർ നമ്മുടെ സ്കിന്ന് നോക്കിയിട്ട് നമ്മുടെ സ്കിൻ ഏത് രീതിയിലാണ്, ക്ലാസ്സിൽ പോലും അവളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കത്തില്ല. നോക്കി അവൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി അവളുടെ സ്കിന്ന് നോക്കി എൻ്റെ സ്കിന്നിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചു. അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നോക്കി. അതെല്ലാം ഇങ്ങനെ നോക്കി ഇങ്ങനെ വേണ്ടയോ സംഭവങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചെറുതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഒരു മേക്ക് ഓവർ നടത്തിയത് എൻ്റെ പൊന്നോ. കുറച്ചൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് അങ്ങ് കിട്ടി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ ഈ വ്ലോഗിൽ കണ്ടില്ലേ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു സൺഡേ ഞങ്ങൾക്ക്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോവാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് subscribe my channel. So tata, bye bye, take care.